സാംസങ്ങിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഓസിലേഷൻ ഇല്ല. അപ്പോൾ അതാണ് കംപ്ലൈൻറ്റ്. ഇപ്പോൾ ടി വി ഇതാ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും പവർ ലീഡ് ഇങ്ങനെ ബ്ലിങ്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ബ്ലിങ്കലങ്ങ് നിൽക്കും. ഇപ്പോൾ ഇവിടെ ദാ ശ്രദ്ധിച്ചാണ് ഇപ്പോൾ ബ്ലിങ്കിങ് നിന്നിട്ടുണ്ട്. പവർ സപ്ലൈ ഉണ്ട്, പക്ഷേ ഓസിലേഷനാണ് ഇവിടെ ഇല്ലാതെ ഇരിക്കുന്നത്. ഓക്കെ, ഓസിലേഷൻ ഇല്ല. ഇപ്പോൾ ഓസിലേഷൻ വരാത്തതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ IC കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, റെഗുലേറ്റർ സൈഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, പവർ സപ്ലൈ ലോ ആയിരുന്ന പവർ സപ്ലൈ ഹൈ വോൾട്ടേജ് ആണെങ്കിൽ, പിന്നെ ബോർഡിൽ വേറെ എന്തെങ്കിലും ഷോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഓസിലേഷൻ വരത്തില്ല. ഓക്കെ, അപ്പോൾ ബോർഡൊക്കെ ഇതാ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, നല്ല നീറ്റ് ബോർഡാണ്, നല്ല ക്ലീൻ ആയിട്ടിരിപ്പുണ്ട് ബോർഡൊക്കെ. അപ്പോൾ ഇനി ഒന്ന് ബോർഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ബോർഡിൻ്റെ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാണ്. ഇവിടെ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അബ്നോർമൽ വോൾട്ടേജ് ആണ്. പവർ സപ്ലൈ ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജ് ആയിട്ടാണ് കാണിക്കുന്നത്, നോർമൽ വോൾട്ടേജ് അല്ല. ഓക്കെ, അപ്പോൾ ഈ പവർ സപ്ലൈ ഹൈ ആയതുകൊണ്ടാണ് ഓസിലേഷൻ കട്ടായത്. ഇവിടെ പവർ സപ്ലൈ മോഡ്യൂൾ വെച്ചിട്ട് ഇതിൻ്റെ പവർ സപ്ലൈ വോൾട്ടേജ് കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 5 വയറുള്ള മോഡ്യൂളാണ് വാങ്ങിച്ചിരിക്കുന്നത്. 5 വയറിൽ 4 വയർ കൊടുത്താൽ മതിയാവും. അതായത് പച്ച വയർ ഒഴിവാക്കിയിട്ട് ബാക്കി വയർ കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് വെക്കണം. 110 രൂപയ്ക്കാണ് ഈ മോഡ്യൂൾ വാങ്ങിച്ചത്. പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ വിലയാണ്. അപ്പോൾ ഈ സാംസങ് ടിവിയുടെ പവർ സപ്ലൈ ഔട്ട്പുട്ട് നോർമൽ വോൾട്ടേജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 123 to 126 അപ്പോൾ അതിലും വോൾട്ടേജ് കൂടിക്കഴിഞ്ഞ പവർ സപ്ലൈ ഹൈ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹീറ്റ് സിങ്ക് എടുത്തിട്ട് ഈ SDR ഇളക്കി കളഞ്ഞിട്ട് ഇവിടെ ഈ മോഡ്യൂൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 പവർ സപ്ലൈയുടെ വലിയ കപ്പാസിറ്ററാണ് പറഞ്ഞത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി കൊടുക്കണം, ശ്രദ്ധിച്ച് കറക്റ്റ് രീതിയിൽ കൊടുക്കണം. ഇല്ലെങ്കിൽ സംഭവം എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചങ്ങ് പോകും. മോഡ്യൂളും പൊട്ടിത്തെറിക്കും, പിന്നെ ഡയോഡൊക്കെ കംപ്ലൈൻ്റ് ആയി പോകും. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വയറുകൾ പച്ച വയർ ഒഴിവാക്കിയിട്ട് ബാക്കി 4 വയറും സോൾഡർ ചെയ്ത് വെച്ചത്. എന്നിട്ട് TV ഓൺ ചെയ്യുകയാണ്. TV ഓൺ ചെയ്തപ്പോൾ സംഭവം ഓൺ ആയിട്ടുണ്ട്, സ്ക്രീനും വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡ് വന്നിട്ട് സംഭവം നിറഞ്ഞിട്ടില്ല. അത് വേറെ ഒന്നുമില്ല, വോൾട്ടേജ് കറക്റ്റ് ചെയ്ത് വെക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഈ മോഡ്യൂളിൻ്റെ വയറിൻ്റെ നീളമൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ബോർഡിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഓക്കെ, ബോർഡകത്തോട്ട് നല്ലോണം കയറ്റി വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് വയറിൻ്റെ നീളം കൂട്ടിയത്. ഇപ്പോൾ ഇവിടെ മോഡ്യൂൾ ഒരു ഭാഗത്തോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് പവർ സപ്ലൈ വോൾട്ടേജ് ഒക്കെ മോഡ്യൂളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർമൽ വോൾട്ടേജ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ TV ഓൺ ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. ആ സൈഡും കാര്യങ്ങളെല്ലാം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പവർ സപ്ലൈ ഹൈ ആയതുകൊണ്ടാണ് ഈ ഓസിലേഷൻ കട്ടായത്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.